ബിഗ് ബോസ് മലയാളം സീസൺ 7 കഴിഞ്ഞ ദിവസത്തെ പ്രധാന കണ്ടന്റ് ജിസേലും അനുമോളും തമ്മിലുള്ള വിഷയങ്ങളായിരുന്നു. അനുമോളിന്റെ CID പണിയും ജിസേൽ ബിഗ് ബോസ് നിയമങ്ങൾ തെറ്റിക്കുന്നതുമെല്ലാം ലാലേട്ടൻ ചോദിച്ചു. നല്ല അഭിപ്രായങ്ങളോടൊപ്പം തന്നെ ചില വിമർശനങ്ങളും അനുമോൾ ലാലേട്ടന്റെ അടുത്തു നിന്ന് കേൾക്കേണ്ടി വന്നു. ജിസേലായിട്ട് വീണ്ടും മോഹൻലാലിന്റെ അടുത്ത് നിന്ന് വിമർശനം കേട്ട ക്ഷീണത്തിലുമായിരുന്നു. ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ വീക്ക് ആയിട്ട് സഹതാരങ്ങൾ തിരഞ്ഞെടുത്തതോടുകൂടി ജിസേലിന്റെ മുഖത്ത് ചിരി തിരികെ വരികയും ചെയ്തു. അതേസമയം പുറത്ത് ഇരുവരെയും ഒരുപോലെ വിമർശിക്കുന്നവരും പിന്തുണയ്ക്കുന്നവരുമുണ്ട്. ജിസേലിന് കിട്ടുന്ന ഈ ഒരു എക്സ്ട്രാ പരിരക്ഷ അനുമോൾക്ക് പ്രശ്നമാകുന്നുണ്ടാകും. അത് സ്വാഭാവികമാണ്. അതിനെ അസൂയ എന്നൊക്കെ വിളിക്കുന്നത് അല്പത്തരമാണ്. അതിനെ ചോദ്യം ചെയ്യുന്നയാൾ എന്റെ കണ്ണിൽ ധൈര്യശാലിയാണ് എന്നാണ് ജാനകി രാവൺ എന്ന ബിഗ് ബോസ് പ്രേക്ഷക കുറിക്കുന്നത്. ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ജിസേലിന്റെ ഒരു മോഡേൺ പ്രോഗ്രസീവ് ലേഡിയായും അനുമോളെ ഒരു കുലസ്ത്രീയെ മാത്രം കാണാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് വീടിനകത്തും പുറത്തും ജിസേലിനെ പിന്തുണയ്ക്കുന്നത് വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു കാര്യമായി എളുപ്പത്തിൽ മാറുന്നത്. ഇപ്പോൾ പ്രശ്നത്തിൽ വളരെ കൃത്യമായിട്ട് ന്യായം അനുമോളുടെ ഭാഗത്താണെങ്കിലും ജിസേലാണ് ശരി എന്ന് വാദിക്കാൻ തോന്നുന്നു. ജിസേൽ നിരന്തരം ബിഗ് ബോസ് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ കാര്യം വീട്ടിലെ മറ്റാര് ചെയ്താലും ഇതായിരിക്കില്ല പ്രേക്ഷകരുടെയും സഹമത്സരാർത്ഥികളുടെയും നിലപാട്. ജിസേലിനോട് അനുമോൾക്ക് അസൂയയാണ്, കുശുമ്പാണ് എന്നൊക്കെ സ്റ്റേറ്റ് ചെയ്യുന്നതിന്റെ ലോജിക്ക് ജിസേൽ നമ്മളെക്കാൾ ഭയങ്കര വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. കൂടുതൽ മുകളിലായ വേറെ ഏതോ ഗ്രഹത്തിൽ നിന്ന് വന്നാൽ ആർക്കും അസൂയ തോന്നുന്നു. ആരോ ആണെന്നുള്ള വിചാരം കൊണ്ടാണ്. ഇതേ ആറ്റിറ്റ്യൂഡ് കഴിഞ്ഞ സീസണിലെ ജാൻമണി കാണിച്ചപ്പോൾ അത് അംഗീകരിക്കപ്പെട്ടില്ല. ജാൻമണിക്ക് ജിസേലിന്റെ അത്ര വക്രതയോ ഗെയിമിനെ കുറിച്ചുള്ള ധാരണയോ ഈ ഒരു എലൈറ്റ് മനോഭാവത്തെ ഒളിച്ചു കടത്താൻ വേണ്ട ബുദ്ധിയോ ഇല്ലാതിരുന്നത് കൊണ്ട് അത് വേഗത്തിൽ വെളിവാക്കപ്പെട്ടു. അനുമോൾ ഉൾപ്പെടെയുള്ള നോർമൽ മല്ലു പെൺകുട്ടികൾക്കും അസൂയ തോന്നുന്ന തരം സൗന്ദര്യമാണ് ജിസേലിനെ എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷെ ജിസേലിന് കിട്ടുന്ന ഈ ഒരു എക്സ്ട്രാ പരിരക്ഷ അനുമോൾക്ക് പ്രശ്നമാകുന്നുണ്ടാകാം. അത് സ്വാഭാവികമാണ്. അതിനെ അസൂയ എന്നൊക്കെ വിളിക്കുന്നത് അല്പത്തരമാണ്. അതിനെ ചോദ്യം ചെയ്യുമ്പോൾ എന്റെ കണ്ണിൽ ധൈര്യശാലിയാണ്. എല്ലാവരും എതിരാണ് എന്നറിഞ്ഞിട്ടും തനിക്ക് ന്യായമല്ല എന്ന് തോന്നുന്ന ചോദ്യം അനുമോൾ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് മിടുക്കാണ്. അവൾ വൈകാരികമായി ആവുന്നുണ്ടാകാം. ഉപയോഗിക്കുന്ന വാക്കുകളിൽ പ്രതികരിക്കുന്ന രീതിയിലോ പ്രശ്നമുണ്ടാകാം. എന്ന് വെച്ച് ജിസേൽ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്നതിന് അർത്ഥമില്ല.